ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പൊ ഹനാൻ ഇങ്ങനെ നോക്കി കാണുന്നുണ്ടല്ലേ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. ഏറ്റവും കൂടുതൽ ആ ബിഗ് ബോസിന് തുടങ്ങണേക്ക് മുന്നേ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടാറില്ല എനിക്കാണ്. കാരണം ഈ 5 സീസൺ വരുമ്പോഴും അതായത് 2018 തൊട്ട് എന്റെ പേര് സജീവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. എന്റെ 2018 സമയം തൊട്ട് ആളുകൾക്ക് എന്നെ കുറിച്ച് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്. ഞാൻ ആ ലെവലിലെത്തണം, ഞാൻ ഈ ലെവലിലെത്തണം, ആ രീതിയിൽ. സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഞാൻ 10th മുതൽ കവിതകൾ എഴുതാൻ തുടങ്ങിയതാണ്. കവിതകൾ എഴുതി ഈണം കൊടുക്കാറുണ്ട്. എന്നെങ്കിലും അത് പുറം ലോകം അറിഞ്ഞു കാണണം. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. അതിലാണ് നിങ്ങളുടെ സുരക്ഷ. ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് ഇത്രയും ധൈര്യമുള്ള ഒരു പെൺകുട്ടിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യമല്ല. ഇതൊക്കെ എന്ത് ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ. ബിഗ് ബോസിനെ കുറിച്ച് എഴുതിയ ഒരു സോങ് ഹോട്ട്സ്റ്റാറിൽ എന്റെ റിലീസായി. വേണമെങ്കിൽ ഞാൻ റബ്ബറിനെ കുറിച്ചുള്ള കവിത ഒന്ന് ചൊല്ലാം. എങ്കിൽ ഞങ്ങൾ പോകാതെ അപ്പൊ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ സ്വപ്നങ്ങൾ കണ്ട് എഴുന്നേറ്റതിന് ശേഷം എഴുതിയതാണ് ഈ വരികൾ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു തട്ടിട്ട് പറയാണ്, വല്ലാത്ത ധൈര്യം തന്നെ അനക്ക്. അപ്പൊ തന്നെ ട്യൂണും കിട്ടി. ഭയങ്കരം തന്നെ. ഞാനൊരു വർക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളുകളായിരിക്കും ആ വർക്ക് ചെയ്യേണ്ടത്. ഞാൻ ഞെട്ടി, പക്ഷെ വാസുവേട്ടൻ ഞെട്ടിയില്ല. ഞാൻ AR റഹ്മാൻ സാറിനെ വരെ അന്വേഷിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മാനേജറായിട്ട് കണക്ട് ആയി. കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. പിന്നെന്താ, രാവിലെയും ഉച്ചക്കും രാത്രിയും അങ്ങനെ 3 നേരം ഓർമ്മിപ്പിച്ച പോരെ. മെസ്സി എന്ന് പറയുന്ന ഒരാളായിട്ട് ഒരു വീഡിയോ കൊളാബറേറ്റ് ചെയ്തിരിക്കും. വട്ടാണല്ലേ. ഇനി പരിസരത്ത് കണ്ടു കൊന്നു.